ഭൂമിക്ക് മേലെ കുട പിടിച്ച പോലെ ഒരു ഉപഗ്രഹം. അതാണ് നിസാർ. ഇന്ത്യക്ക് ഇതിൽ വളരെ അഭിമാനിക്കാനുള്ള വസ്തുതയുണ്ട്. ഇത് നാസ നിർമ്മിച്ച ഒരു പേടകമാണ്. അത് ചെലവേറിയതിനാൽ ഇന്ത്യയെ ആശ്രയിക്കുകയാണ്. ഇന്ത്യയിലെ PSLV ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപണം വൻ വിജയമായിരുന്നു. യഥാർത്ഥ ട്രാക്കിൽ തന്നെ എത്തിച്ചേരാനായിട്ട് PSLV കൊണ്ട് സാധിച്ചു. ഒരു കാലത്ത് ഇന്ത്യക്ക് ഈ സാങ്കേതികവിദ്യ തരാതിരിക്കാനായിട്ട് അമേരിക്ക 18 അടവും പരിശ്രമിച്ചു. എന്നിട്ടും ഇന്ത്യ സ്വന്തമായിട്ട് ക്രയോജനിക് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് PSLV വൻ വിജയത്തിലെത്തിയത്. ഇപ്പോൾ നിസാറിന് ഭയങ്കര ചെലവേറിയ പദ്ധതിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്ന് ചെലവ് കുറഞ്ഞ രാജ്യം നോക്കി ഇത് നിക്ഷേപിക്കാനുള്ള മാർഗം അവർ തേടുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് വൻ അഭിമാന വിജയമെന്ന് പറയാം. കാരണം ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നമ്മുടെ എൻജിൻ ഉപയോഗിച്ച്, അതായത് മിസൈൽ ഉപയോഗിച്ച് നമുക്ക് PSLV വലിയൊരു ബിസിനസ് സാധ്യത നിലനിൽക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിൽ നിന്നുള്ള വരുമാനം വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള സൂചനയാണ് ഇത്. ഇനി പല രാജ്യങ്ങളും ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ഒരു മാർഗമായി വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ PSLV.